എക്സ്ട്രാ സെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിടയിൽ ഒരുപാട് മതങ്ങളുണ്ട്. ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, അങ്ങനെ പലതും. നിരീശ്വരവാദവും ഇപ്പൊ അങ്ങനെ ഒരു മതമായി മാറി. കാരണം മതങ്ങൾക്കുള്ളൊരു സംഘടിത രൂപം അതിനുണ്ട്. എന്നിട്ട് പലയിടങ്ങളിലായി, ഓരോ ജില്ലകളിലായി അതിന് പ്രത്യേക ആൾക്കൂട്ടങ്ങളുണ്ട്. ഒരു മതം പ്രചരിപ്പിക്കുന്നത് പോലെ നിരീശ്വരവാദം അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഇതിലേക്ക് വരണം, ഒരു ദൈവവിരോധത്തിലേക്ക്, നിഷേധത്തിലേക്ക് എല്ലാവരും വരണം, ഒരു യുവതലമുറയെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ വളരെയധികം ആത്മാർത്ഥമായ ദാഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദം ഒരു മതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എ റിലീജിയൻ ഓഫ് നോ റിലീജിയൻ, അതുമല്ലെങ്കിൽ ഒരു ആന്റി ഗോഡ് റിലീജിയൻ രൂപപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ഒരാള് അല്ലെങ്കിൽ കുറച്ചു പേർ നിരീശ്വരവാദികളാകുന്നത് കൊണ്ട്, ദൈവമില്ല എന്ന് പറയുന്നതുകൊണ്ട് മറുഭാഗത്ത് ദൈവവാദികൾ ഉണ്ടാകണമെന്നില്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവമുണ്ട്, ആ ദൈവം തന്നെ ദൈവത്തിന് വേണ്ടി വാദിച്ചുകൊള്ളു. അല്ലെങ്കിൽ ഇതൊരു കാര്യമായിട്ട് ദൈവം പരിഗണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മറുഭാഗത്ത് ദൈവവാദികളെ സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു യുക്തി അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. സഭ കാലങ്ങളായിട്ട് ചോദ്യമില്ലാത്തൊരു സമൂഹത്തോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കും. ചോദ്യങ്ങളില്ലാതായതുകൊണ്ട് ഉത്തരങ്ങൾക്ക് ഇടമില്ലാതായി. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണ്. അവരുടെ ചോദ്യം കേട്ട് ഞെട്ടുന്ന ഒരു പുതിയ തലമുറ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അവസാന വാക്കല്ല, ഇതിനൊക്കെ മറുഭാഗമുണ്ടെന്ന് ചിന്തിക്കുക. അല്ലാതെ ആർക്കും ദൈവത്തെ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് എല്ലാ ചിന്തകൾക്കും ഒരു മറുഭാഗമുണ്ട്, നമ്മുടെ ദൈവവിശ്വാസത്തിന് ഒരു യുക്തിയുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടൊരു മറുഭാഗം നമ്മൾ അന്വേഷിക്കുക. ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ നിരീശ്വരവാദം എന്ന് പറയുന്ന ഒരു ഫാഷനായി കൂടെ മാറുന്നുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ. കാരണം ദൈവം ഇല്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു ബുദ്ധി കൂടുതലുണ്ടോ എന്നൊരു ചിന്ത അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് ദൈവമുണ്ട്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിയില്ലായ്മ പോലെ. ബുദ്ധി ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരും. ഇതാണ് എല്ലാ ചിന്തകളിലൂടെ ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് കയറുന്ന, അല്ലെങ്കിൽ ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് പലരും അതിലൊരു ഫാഷൻ കണ്ടെത്തുന്നു. അതുകൊണ്ട് ലളിതമായിട്ടൊന്ന് ചിന്തിക്കുക, ഇത് ബുദ്ധിയുടെ വിഷയമൊന്നുമല്ല. ദൈവം ഉണ്ട് എന്ന് പറയുന്നതും ദൈവം ഇല്ല എന്ന് പറയുന്നതും ബുദ്ധിയുടെയോ ബുദ്ധി കുറവിന്റെയോ വിഷയമല്ല. രണ്ടിനും ബുദ്ധി ആവശ്യം. ഒരു ലളിതമായിട്ട് പറഞ്ഞാൽ, ജന്മന അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തീരെ ബുദ്ധി വളരെ കുറഞ്ഞതായിട്ട് ജീവിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. അവർക്കൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ അധികം അപഗ്രഥിക്കാനോ ഒന്നും കഴിയുന്നില്ല. അവരവരുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ എങ്ങനെ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരാൾക്ക് നിരീശ്വരവാദിയാകാൻ പറ്റില്ല. കാരണം ദൈവമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അയാൾ കുറച്ചധികം ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത്. ബുദ്ധിയിൽ അല്പം പ്രശ്നമുണ്ടെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റും? അയാൾ എന്തിനാണ് വിശ്വസിക്കുന്നത്, എന്തിനാണ് വിശ്വസിക്കുന്നത്, അയാളുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ്, പ്രത്യയ ശാസ്ത്രം എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ രണ്ടിനും ബുദ്ധി ആവശ്യമാണ്. രണ്ടിടത്തുമുണ്ട് നല്ല ബുദ്ധിരാക്ഷസൻ. ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും. But the evidence is all important. I mean, Einstein's predictions fit in with observed fact and with a whole body of theory, whereas we only need to use the word faith when there isn't any evidence. No, not at all. I presume you've got faith in your wife. Is there any evidence for that? On Yes, which you base it? Yes, plenty of evidence. ഇനി നമ്മുടെ വിഷയം
ഒരാൾ എത്രമാത്രം അന്വേഷിക്കുന്നുവെന്ന്. ശ്രീബുദ്ധന്റെ അടുത്ത് ഒരാൾ ചെന്നതൊരു നിരീശ്വരവാദിയാണ്. പക്ഷെ അയാൾ ചോദിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, സംഭവം ശരിയല്ലേ, ദൈവം ഇല്ലല്ലോ അല്ലേ? ഒരു ചെറിയ സംശയം ഇടയ്ക്ക് വന്നതാ. അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞു, ദൈവം ഉണ്ട്. പിന്നീട് ഒരു ദൈവവിശ്വാസി വന്നു. അയാൾ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാ, ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അയാളോട് ശ്രീബുദ്ധൻ പറഞ്ഞു, ദൈവം ഇല്ല. ഇത് രണ്ടും കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന് സംശയമായി. രാവിലെ ഒരാളോട് ഉണ്ടെന്ന് പറഞ്ഞു, വൈകിട്ട് ഒരാൾ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? അപ്പൊ ശ്രീബുദ്ധൻ കൊടുത്ത മറുപടിയാ, ഇല്ലെന്ന് പറഞ്ഞ ആളുടെ അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞു, അയാൾ അന്വേഷിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞ ആളുടെയും അന്വേഷണം അവസാനിച്ചു, അയാളും അന്വേഷിക്കും. ഈ അന്വേഷണത്തിന്റെ വഴി തുറക്കുക എന്നുള്ളതാണ്. നമ്മൾ സത്യത്തിൽ എന്തുമാത്രം അന്വേഷിച്ചു എന്ന് മനസ്സിലാക്കാം. ഒരു ചെറിയ ഉപമയിലൂടെ അത് മനസ്സിലാക്കാം. നമ്മുടെ അന്വേഷണമെല്ലാം പൂർണ്ണമല്ല. കാരണം നമ്മൾ എപ്പോഴും ഒരു ചെരുപ്പിട്ടുകൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് പലയിടത്തിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ പാദങ്ങളെന്നും തൊടാറില്ല. ഈ നടക്കുന്ന വഴികളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്നാണ് നമ്മൾ നടക്കുന്നത്, പാദം തൊടാതെ. നമ്മൾ ഈ പാദരക്ഷ അഴിച്ചു വെക്കുന്നത് എവിടാണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു കാര്യമുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ, നമ്മൾ കേട്ട് പരിചയിച്ച സാഹചര്യങ്ങളിലൊക്കെ മാത്രമാണ് പാദരക്ഷ അഴിച്ചു വെച്ച് പാദം തൊട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ അന്വേഷണം പൂർണ്ണം. മറ്റിടങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടാകും. വളരെ ലളിതമായിട്ട് പറയാം, ഞാനൊരു കപ്പൂച്ചിൻ കത്തോലിക്ക വൈദികനാണ്. ഞാൻ എൻ്റെ ഈ വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നു. ഇതെനിക്കും അയൽക്കാരനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണകരമാണെന്ന് എനിക്കറിയാം. അത് പൂർണ്ണമായി വിശ്വസിച്ച് പോകുന്ന ഞാൻ ഇനി നിരീശ്വരവാദം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ പാദരക്ഷ അഴിച്ചു വെച്ച് അതിലേക്ക് ഇറങ്ങി പോകും? ഒരിക്കലും പോകില്ല. ഞാൻ ഇതിലൂടെയൊക്കെ പോകുന്നത് എൻ്റെ ദൈവവിശ്വാസത്തിന്റെ പാതകം അണിഞ്ഞു തന്നെയാണ്. തിരിച്ചൊരു നിരീശ്വരവാദി, അയാൾ ഈ വിശ്വാസത്തിന്റെ മേഖലയിലൂടെ ഒരു പഠനം പോലെ നടന്നിട്ടുണ്ടാകാം, പാദരക്ഷ അഴിച്ചു. പക്ഷെ ഇത് അഴിച്ചു വെച്ച് അയാൾ ഇറങ്ങി വരുമോ? നിലം തൊട്ട് നിൽക്കാം. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ ആൾക്കാർ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു. ഇതിനെയൊക്കെ നമുക്ക് ശക്തമായിട്ട് വിമർശിക്കാം. പക്ഷെ എന്താണ് പ്രശ്നം? നമ്മുടെ ഒരു പാതകം ധരിച്ച അതിന്റെ ഭാഗമായിട്ട് ചെരുപ്പൂരി വെച്ച് അവർക്കിടയിൽ നിന്ന് ഇവരെന്താണ്, ഇവരുടെ അനുഭവം എന്താണെന്ന് നോക്കാൻ നമുക്ക് മാറി നിന്നൊരു അന്വേഷണം നടത്താൻ പറ്റൂ? ഒരു നിരീശ്വരവാദി. സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അന്വേഷണങ്ങളെല്ലാം പാദരക്ഷ ധരിച്ച് നടന്നുള്ള അന്വേഷണങ്ങളാണ്, നിലം തൊട്ടുള്ളതല്ല, അനുഭവത്തിന്റെ അംശമില്ലാത്തതാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരു ജീവിതം മുഴുവൻ അർപ്പിച്ച് ആ വഴിയെ പദം വെച്ച് പോകുമ്പോൾ അയാളുടെ പാദങ്ങൾ തൊട്ടു നിൽക്കുന്ന അതേ ഇടത്ത് പാദം തൊട്ടു നിന്ന് അന്വേഷിക്കാൻ കഴിയാതെ വെറും ജാലകത്തിലൂടെ നോക്കിക്കാണുന്ന കാഴ്ചകളെ പ്രതി എങ്ങനെ ചില സത്യങ്ങളെക്കുറിച്ച് ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും? ശ്രീബുദ്ധൻ അന്വേഷിച്ചത് എങ്ങനെ? അറിയില്ല എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് കൊട്ടാരത്തിലൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം കളഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. എല്ലാ പാതകങ്ങളും ഉപേക്ഷിച്ചാണ് അയാൾ ഈ തെരുവുകളിലൂടെയും നടന്നത്, മരച്ചുവടുകളിലും ധ്യാനിച്ചത്. അങ്ങനെ ഇറങ്ങി നടന്നാണ് അയാൾ ഒടുവിൽ അറിയില്ലെന്ന് പറഞ്ഞു. ഇനി ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കും. ക്രിസ്തുവും അന്വേഷണത്തിലാണ്. അദ്ദേഹം പള്ളികളിലൂടെ അല്ല ആദ്യമേ അന്വേഷിച്ചു പോയത്. ആ പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചെങ്കിലും അദ്ദേഹം മരുഭൂമികളിലൂടെ അലഞ്ഞാണ്. 40 ദിനരാത്രങ്ങൾ മരുഭൂമികളിലൂടെ അലഞ്ഞ് വിജനഗന്ധകളിലൂടെ അലഞ്ഞാണ് അന്വേഷിച്ചത്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, സകലതും സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാണ്. രണ്ടുപേരും അന്വേഷിച്ചലഞ്ഞവരാണ്. നമ്മൾ എന്ത് അന്വേഷിച്ചിട്ടുണ്ട്? ബുദ്ധനും ക്രിസ്തുവും ഒക്കെ നടന്നു പോകുന്ന വഴികളിലൂടെ നമ്മൾ ഒരിക്കലും നടന്നിട്ടില്ല. അവർ നടന്നു പോകുന്ന വഴികളെക്കുറിച്ച് പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടേ ഉള്ളൂ. അക്ഷരങ്ങളിൽ വിരൽ തൊട്ട് വായിച്ചാലും അവർ നിങ്ങൾ വായിക്കുന്ന അക്ഷരങ്ങളിൽ നിന്നും എത്രയോ അകലെയാണ്. പള്ളികൾക്ക് മുന്നിലൂടെ നിങ്ങൾ പോയത് ദൈവമില്ലെന്ന് കണ്ടെത്താനാണ്. ബൈബിൾ നിങ്ങൾ വായിച്ചത് ക്രിസ്തു ഇല്ലെന്ന് മനസ്സിലാക്കാനാണ്.
നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. ആ നിങ്ങളുടെ അന്വേഷണം മനസ്സിന്റെ ഒരു വാതിൽ അടഞ്ഞു പോയതാണ്. അന്വേഷണത്തിനായിട്ടൊരു ജീവിതം മാറ്റിവെക്കാതെ വെറും 4 പുസ്തകങ്ങളിലൂടെ പഠിച്ച് ദൈവമില്ല എന്ന് വിളിച്ചു പറയണമെങ്കിൽ നല്ല വിവരദോഷം, വിവരങ്ങളെക്കുറിച്ചുള്ള ദോഷകരമായ കാഴ്ചപ്പാട് ഇത് വിശ്വാസികൾക്കുമുണ്ട്. ഒന്ന് പള്ളിയിൽ പോയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുത്തതിന്റെ പേരിലോ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് പ്രഖ്യാപിക്കുന്നത്, നാളെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിന്റെ ജീവിതത്തിൽ ഇതാ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു എന്നൊക്കെ അമിതമായ ആത്മവിശ്വാസത്തോടെ ദൈവത്തെ സ്വന്തം കൈക്കുള്ളിൽ ഒതുക്കിയതുപോലെ വിളിച്ചു പറയുന്ന ഒരു വിശ്വാസിക്കും നല്ല വിവരദോഷം. കാരണം രണ്ടിന്റെയും അന്വേഷണം അവസാനിച്ചു. അപ്പോ നമുക്ക് ചിന്തിക്കാനുള്ളൊരു കാര്യമാണ്, ഇത് നമ്മുടെ പുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന കാര്യമല്ല, നമ്മുടെ സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്ന കാര്യമല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ മാത്രം പാദരക്ഷ അഴിച്ചു വെച്ചു, ബാക്കിയുള്ള ഇടങ്ങളിലൂടെയെല്ലാം പാതുകം ധരിച്ച് നടക്കും. അന്വേഷണത്തിന് ജീവിതത്തിന്റെ വില കൊടുത്ത ആരോ? അതുകൊണ്ട് ഈ എക്സ്ട്രാ സെൻസിൽ നമുക്ക് പറയാനുള്ളത്, അന്വേഷിക്കുന്നവർ പൂർണ്ണമായിട്ട് അന്വേഷിക്കണം. അവസാനം ഓർമ്മിക്കാൻ ക്രിസ്തുവിന്റെ ഒരു വാക്കാണ്, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും. നന്ദി.